വാട്സ്ആപ്പ് ഗെയിമേഴ്സ് ഇറ്റ്സ് മീ ക്രൈ. അപ്പൊ നമ്മളാണെങ്കിൽ ഇന്നതേ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നു റോബ്ലോക്സിന്റെ ഈ ഗെയിമിന്റെ പേരെന്തായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി മറന്നുപോയി കേട്ടോ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ഇതിലെന്തോ നമ്മുടെ കൂട്ടുകാരൻ പരിചയപ്പെടുത്തിയ ഗെയിമാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെന്തോ ഐറ്റംസ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മുടെ ബേസ് ഫുൾ ഒന്ന് സെറ്റപ്പ് ആക്കാനുള്ള രീതിയാണ്. എങ്ങനെയുണ്ട് എന്റെ ലുക്ക് സംഭവമൊക്കെ ഇത്തിരി കിട്ടിലോ അല്ലേ? അറിയാം, എനിക്കറിയാം, ഞാൻ ഇത്തിരി വിഷയമാണ്, സംഭവങ്ങളൊക്കെ അറിയാം. എന്തായാലും ഇതെന്ത് സംഭവം മുയലച്ചാരോടി പോകുന്ന ടാൽപി ഡി ഫറോ എന്ന ഈ സാധനത്തിന് മേടിക്കാൻ പറ്റുമോ? 5 പൈസ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഞാൻ ഇവിടെ എന്റെ കയ്യിലാണെങ്കിൽ ഒരൊറ്റ പൈസയും കാര്യങ്ങളും അതേപോലെ തന്നെ ഐറ്റംസും ഒന്നുമില്ല. എവിടെയാണെങ്കിൽ ഒരുത്തന്റെ കയ്യിലൊക്കെ എന്തൊക്കെയോ കുറെ ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഏതെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റുമോ? എന്തോ $430 ഒക്കെ വേണമെന്നൊക്കെയാണ് പറയുന്നത്. എന്റെ കയ്യിലാണെങ്കിൽ 5 പൈസേന്റെ സംഭവങ്ങളൊന്നും എടുക്കാല്ലേ. ഇവരാണെങ്കിൽ എന്ത് ഇവിടെ എന്നാ പിടിച്ചോ അവന്റെ ഒരു 6 കൊടുത്തിട്ടുണ്ട്. അവൻ കുതിരേനൊക്കെ മേച്ചു കൊണ്ടൊക്കെ പോണ കണ്ട് എനിക്ക് എന്തോ ഈ കുതിരേനെ മേച്ചു കൊണ്ടുപോണ സംഭവം കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തോ കലിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവനിട്ടൊരു കോട്ടൊക്കെ കൊടുത്തത്. സോ എന്തായാലും നമുക്ക് ഇവിടെ കുറെ ഐറ്റംസ്. ഇതെന്തോ സ്പിന്നോ? ഫ്രീ സ്പിന്ന് ഇൻ 1 hour 32 minutes. എന്റെ മോനെ, അതായത് 1 മണിക്കൂർ 32 മിനിറ്റ് സംഭവം വരുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടാ. എന്തായാലും നമുക്ക് എന്തായാലും ഒരു സ്പിന്നൊക്കെ ചെയ്ത് നോക്കാം. ഇതാണ് ഇപ്പൊ എന്റെ ബേസ്. ഇതിന്റെ ഉള്ളിലാണെങ്കിൽ എന്റെ ബേസ് അല്ലേ? ഇതെന്റെ ബേസ് അല്ലേ? അല്ല കേട്ടാ, ഇതാണ് എന്റെ ബേസ്. ഇതിന്റെ ഉള്ളിൽ ഐറ്റംസ് ഒന്നും കാണുന്നില്ല. എന്തായാലും ഒന്ന് ചുമ്മാ ലോക്ക് ചെയ്ത് വെച്ചേക്കെ. ആരും നമ്മുടെ ഐറ്റംസ് ഒന്നും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആർക്കെങ്കിലും കൊടുത്ത് വിടാൻ പറ്റുമോ? ഇപ്പൊ എന്റെ കയ്യിൽ പൈസ എത്ര ഇട്ടെന്നൊക്കെ ഇപ്പൊ എങ്ങനെ അറിയും? ഇതിനെ മേടിക്കാൻ മേടിക്കാൻ പറ്റില്ല. ഇവിടെ ഏതൊക്കെ 2 പേരൊക്കെ നിൽക്കുന്നുണ്ട്. ഇവൻ എത്ര ധൈര്യം നിൽക്കുക അവനെ പ്ലാക്കാനായിട്ട്. ദൈവമേ, എനിക്ക് കിട്ടിയ ഒരു ഷോട്ട് തലയ്ക്ക്. എന്തായാലും ആ ബേസ് എന്തായാലും ലോക്ക് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിനെന്തായാലും അടപ്പി കൊണ്ടുപോകാൻ പറ്റും. അടപ്പിട്ടുണ്ട്. എന്റെ മോര് നമ്മളെന്തായാലും ഒരെണ്ണത്തിന് അലപ്പിട്ടുണ്ട്. ഒരുത്തൻ അവിടെ കടാരയൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. അവൻ എന്തായാലും നമ്മളങ്ങനെ ഒരെണ്ണത്തിന് സേഫ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ അടുത്താണ് കളി അല്ലേ? ഇതാണെങ്കിൽ നമുക്ക് 1 രൂപ വെച്ചിട്ട് സെക്കൻഡിൽ തരും. ഭയങ്കര കുറെ, എന്നാലും കുഴപ്പമില്ല. ഒന്നും ഇല്ലാത്തതിനെക്കാട്ടും ഭേദമാണ്. നമുക്ക് ഇത് 1 രൂപ വെച്ചിട്ട് തരും. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോ ഒരു 4 സെക്കൻഡ് കഴിഞ്ഞ് ഇനി ഈ സംഭവം ഒന്ന് ലോക്ക് ചെയ്തിടേണ്ട ആവശ്യമുണ്ട് കേട്ടാ. എന്തായാലും ലോക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്തായാലും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ ഏത് ബേസിൽ നിന്ന് നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റായിട്ടുള്ളൂ. നോക്കിക്കേ, അവിടെ ഒരുത്തരം എന്തോ ഒരു കുതിരേനെ അടിച്ചു കൊണ്ട് പോകുന്നിട്ട് നമ്മളാണെങ്കിൽ ഈ എപ്പിക് സാധനത്തിന് നമ്മളാണെങ്കിൽ അടിച്ചോണ്ട് പോവാൻ വേണ്ടി പോവാണ്. ഒരുത്തരം എന്റെ പിന്നാലെ വരുന്നിട്ട് അവൻ എന്തായാലും ഡോഡ്ജ് ചെയ്തിട്ട് നമ്മളെന്തായാലും കുതിരേനും കൊണ്ട് പോയി കയറി. യെസ്, അയ്യോ ഇതല്ല എന്റെ ബേസ്. അതായിരുന്നല്ലേ എന്റെ ബേസ്. ദൈവമേ, ബാക്ക് ചെയ്ത് അടിച്ചടാ. ബേസ് മാറിപ്പോയ കാരണമാണ് കേട്ടോ. ബ്ലഡി ഫുൾ. അല്ലെങ്കിൽ ഞാൻ അവനെ അടിച്ചുകൊണ്ട് മാറ്റിയേനെ. ചേടാ, ഞാൻ വിചാരിച്ച അതാണ് നമ്മുടെ ബേസ് എന്ന്. ആക്ച്വലി നമ്മുടെ ബേസ് ഇവിടെയായിരുന്നു. കുഴപ്പമില്ല, സങ്കടം. പക്ഷെ എന്നാലും നല്ല കിരീടിയിലെ ഒരു കുതിരയായിരുന്നു. എന്തായാലും നമ്മൾ അടിച്ചു മാറ്റാൻ വേണ്ടി നോക്കിയത്. എന്തായാലും ജസ്റ്റ് മിസ്. അല്ലെങ്കിൽ നമ്മളെന്തായാലും അതിനെ ഈസി ആയിട്ട് അടിച്ചു മാറ്റിയേനെ. എന്തായാലും 7 സെക്കൻഡ് കൊണ്ട് ഈ സംഭവം എന്തായാലും ലോക്ക് ആവാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബേസ് ലോക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഏത് ബേസ് ആയിരിക്കും അൺലോക്ക് ആവാൻ വേണ്ടി പോകുന്നത്? എന്തായാലും അത് നോക്കി നോക്കാം നമുക്ക്. ഇവിടെ ഇവനെന്തായാലും ഒരു ഷോട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി നോക്കി. ബട്ട് ഈ ബേസ് ഇപ്പൊ 46 സെക്കൻഡ് ഉണ്ട് ആ ബേസ് അൺലോക്ക് ആവാനായിട്ട്. ഇവൻ ഒരു ഷോട്ട് ഇരിക്കട്ടെ. എന്തായാലും ഇത് 20 സെക്കൻഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇതാണെങ്കിൽ 30 സെക്കൻഡ്സ് ഉണ്ട്. എന്റെ പൊന്നെ, ഈ ബേസ് ഒക്കെ നല്ല ടൈം എടുക്കും. അവിടെ ഒരു ബേസ് എന്തായാലും അൺലോക്ക് ആയിട്ടുണ്ട്. ഇതിലിപ്പോ ഏതൊക്കെ ഐറ്റംസ് ഉള്ളത്? ഇതാണെങ്കിൽ $2 നമുക്ക് എന്തായാലും തരും. ഇതിനെന്തായാലും എനിക്ക് ഒരുത്തരം അവിടെ നിന്ന് ചെങ്കോലി കിരീടായിട്ട് വരുന്നുണ്ട്. എന്റെ പൊന്നെ, ഇതെനിക്ക് തോന്നുന്നു അവന്റെ ബേസ് ആയിരുന്നു തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒന്നും കൂടെ ഇത് എടുക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്, എന്നെ ലോക്ക് ചെയ്ത് ഇതിന്റെ ഉള്ളില്. ചേട്ടാ, എന്നെ ഒന്ന് ചെയ്യല്ലേ ചേച്ചി. ഞാൻ എന്തായാലും പുറത്തേക്കാരും പോക്കോളാം. എന്നെ അത് ഇറക്കി വിടുക. അയ്യോ എന്നെ ഇറക്കി വിട് ചേച്ചി, ഇറക്കി വിട്. ഞാൻ എന്തായാലും നിങ്ങൾ എന്നെ തുറന്നു വിട്ടില്ലേ, ഞാനിത് അത്രേ ഉള്ളു. അവളാണെങ്കിൽ എന്റെ ആ സാമാനത്തിന് സ്റ്റീൽ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. ബട്ട് ഞാൻ ഇവളെ ഇതിന്റെ ഉള്ളിൽ കയറ്റുമോ? അതിന് മുന്നേ ഇത് തുറന്നു കഴിഞ്ഞ് ഞാൻ ഈ സാധനത്തിന് അടപ്പിട്ട് ഇവിടെ നിന്ന് ഒരു ഒറ്റ പോക്ക് പോകും. അതാണ് ഇനി എന്റെ പ്ലാൻ. അവളാണെങ്കിൽ കടാരയൊക്കെ എടുത്തിട്ടുണ്ട്. ബട്ട് അതുവരെ നമ്മൾ ഇവിടെ നിയോൺ മൂവ്മെന്റ് ഇടാൻ വേണ്ടി പോവാണ്. കണ്ട എന്താണ് അടിച്ചിട്ട് കൊള്ളല്ലേ? എന്തായാലും 21 സെക്കൻഡ് നമ്മൾ എന്തായാലും ഇവിടെ മൂവ്മെന്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതുവരെ നമ്മൾ എന്തായാലും ചേച്ചി അടങ്ങി അവിടെ മൊത്തം കത്തനാര് വെട്ടണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിക്കൊണ്ട് കിട്ടി. നമുക്ക് എന്തായാലും ഒരു വെട്ട് കിട്ടിയിട്ടുണ്ട്. 7 സെക്കൻഡ്. ഓ ചേച്ചി
നേരെ ആൾട്ടെ 4 അടിച്ചിട്ടുണ്ട്. ആ ചേച്ചിയാണെങ്കിൽ ഈ സിറ്റിന്ന് തന്നെ ഇറങ്ങി പോയിട്ടുണ്ട്. അയ്യയ്യേ കോയി 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 കോയി. എന്തായാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ബേസ് ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടായിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒന്ന് അടപ്പി എടുത്തേ പറ്റത്തുള്ളൂ. ഇതെങ്ങനെ എനിക്ക് മേടിക്കാൻ പറ്റും? 5 പൈസ ഇല്ല എന്റെ കയ്യിൽ. എന്തായാലും ഇതിന് മേടിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. $1.3K എക്സ്ട്രാ വേണം എന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരെണ്ണം തുറന്നിട്ടുണ്ട്. നമ്മളാണ് ഇതിനെ അടിച്ചു മാറ്റി ഇത് ചേട്ടായി. ഇപ്പൊ എന്നത് ഇവരെന്താ പുറത്തേക്ക് വിടാത്ത? ഇതിനെ ഞാൻ അവിടെ തന്നെ വെച്ചേക്ക്. എനിക്ക് വേണ്ട ചേട്ടൻ എടുത്തോ എനിക്ക് എന്തിനാ അതിന്റെ ആവശ്യമൊക്കെ? ചേട്ടൻ എൻജോയ് ചെയ്യാം. നീ എന്നെ തല്ലാൻ നോക്കുന്നാണ്. എത്ര ധൈര്യം ഉണ്ട് നിനക്ക്? ഇതേ അവനുള്ള ഒരു ഷോട്ട് എന്തായാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഷോട്ട് എന്നാ പിടിച്ചോ. അല്ല പിന്നെ WWE കളിക്ക് നമ്മുടെ അടുത്താണ് അവൻ വരുന്നത്. വാട ഞാൻ നിയോൺ മൂവ്മെന്റ് ഇട്ട് നിന്നെ തല്ലടാ. എന്നാ പിടിച്ചോ. അല്ല പിന്നെ നമ്മുടെ അടുത്താണ് അവന്റെ കളി. എന്നാ പിടിച്ചോ. വീണ്ടും ഈ ഉള്ളേ കയറി വാട. ഇതേ ഇവിടെ നിൽക്കുന്നു ഞാൻ. കട്ടറ റോക്കി ബായി നിന്റെ ബേസിന്റെ ഉള്ളിൽ കയറിയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്നിട്ട് വേണം എനിക്ക് നിനക്ക് ഇങ്ങനെ 2 ഷോട്ടൊക്കെ തരാൻ വേണ്ടി. അവനാണെങ്കിൽ ഉള്ളിക്ക് പോലും കയറുന്നില്ല. പേടിച്ച് പറഞ്ഞിട്ട് ഇതായിട്ട് നിൽക്കുവാണ്. പാവം ചെറുപ്പം കേട്ടോ. അയ്യോ ഞാനാണെങ്കിൽ ക്യാമറ നോക്കിയ സമയത്ത് അവനാണെങ്കിൽ എന്നെ അതേ വന്ന് തല്ലിയിട്ടുണ്ട്. എന്തായാലും നിന്റെ ബേസ് ഇപ്പൊ തുറക്കണം പോണ സ്ഥിതിക്ക് ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. എന്തായാലും ആക്ച്വലി എന്റെ ബേസ് ഞാൻ ലോക്ക് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒന്നും പോകാനൊന്നുമില്ല. ഇവനാണെങ്കിൽ ഇവന്റെ ബേസ് ലോക്ക് ചെയ്യാൻ വേണ്ടി ഓടിപ്പോയി കണ്ടിക്കാട്. അവിടെ നിന്നാണെങ്കിൽ ഒരുത്തം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളാണെങ്കിൽ ഇതിനെ ഓംപ്ലേറ്റിനെ മോഷ്ടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതിനെയും കൊണ്ട് നമ്മളാണെങ്കിൽ നമ്മുടെ ബേസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ഒരുത്തനാണെങ്കിൽ പിന്നാലെ ഓടി വരുന്നുണ്ട്. ഓംപ്ലേറ്റ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളാണെങ്കിൽ ഓംപ്ലേറ്റ് സേവ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അല്ലല്ല ബോനേക്ക് അമ്പമ്പളു. അങ്ങനെ നമ്മൾ അമ്പമ്പളുവിനെ സേവ് ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് $40 വെച്ചിട്ട് നമുക്ക് എന്തായാലും തന്നുകൊണ്ടേ ഇരിക്കും കേട്ടാ. ഇതാണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ ഇപ്പൊ ക്രൈസ്റ്റ് ആണ് നമ്മുടെ ടോപ്പിലെ പെട്ടി കണ്ടോ? അതായത് ആ ടോപ്പിലെ പെട്ടി എന്ത് ഫസ്റ്റ് വരുന്നത് ഹബീബ് അവനെ കണ്ടു സെക്കൻഡ് ആണ് നമ്മൾ നിൽക്കുന്നത്. സോ നമ്മൾ എന്തായാലും അവനെ വെട്ടിക്കാനുള്ള പ്ലാൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇനിയിപ്പോ ഇവിടെ നിന്നായിരിക്കും അടിച്ചു മാറ്റാൻ പറ്റിയത്. ഇതിനൊക്കെ എന്താ സംഭവം? ഇവിടെ ഉണ്ട് ആൾക്കാര്. ആനക്കുട്ടീനെ നമുക്ക് എന്തായാലും അടിച്ചു മാറ്റാൻ എന്തായാലും ആനേനെ എടുത്തിട്ടുണ്ട്. ഓക്കെ നമ്മുടെ പിന്നാലെ ആൾ ഓടി വരുന്നുണ്ട്. ദൈവമേ വരുന്നു. നമ്മൾ ഈ ആനേനെ ഡോഡ്ജ് ചെയ്ത് അതേപോലെ തന്നെ ഈ ആനേനെ ഇതിൽ വെട്ടിച്ച് അവൻ എന്തായാലും നമുക്കിട്ട് തലയ്ക്ക് ഒരു കോട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ആനയുടെ കാര്യം തീരുമാനം. ഒരു ആനേനെ എടുക്കാതെ വിചാരിച്ചായിരുന്നു. ബട്ട് നോക്കിക്കേ അവിടെ ഒരു ബേസ് എന്തായാലും അൺലോക്ക് ആയിട്ടൊരു നമ്മളെന്തായാലും ഈ എപ്പിക് സാധനത്തിനെ അടിച്ചു മാറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. അയ്യോ കുടുങ്ങി എടാ അവരടി എന്നെ അടിക്കണ്ട നിനക്കൊക്കെ ഞാൻ മിഠായി മേടിച്ചരാ. അവനെ അടിച്ചാൽ മതി കേട്ടാ. എന്തായാലും 51 സെക്കൻഡ് വേണം ഈ സാധനം അൺലോക്ക് ആവാൻ വേണ്ടിട്ട്. അതുവരെ നമ്മളാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ പെട്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല. 59 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതെന്തെങ്കിലും ഓക്കെ നമ്മളെന്തായാലും നമ്മുടെ പാലൊക്കെ കഷ്ടം എടുത്തിട്ടുണ്ട്. ദീപനാണെങ്കിൽ അവിടെ വീശറൊക്കെ കിട്ടിയിട്ട് നമ്മൾ അടിക്കുന്ന അല്ല പിന്നെ അവന്റെ അടുത്ത് നമ്മുടെ അടുത്താണ് കളി. ഇന്നാ പിടിച്ചോ അവനെ ഞാൻ 6 അടിച്ച് അവനെ പുറത്ത് കടത്തിയിട്ടുണ്ട്. ഇതാരും ഇവിടെ ഒറ്റയ്ക്ക് ഇന്ന് വെടിയിക്കുന്നതാണ്. എത്ര ധൈര്യം ഉണ്ട് നിനക്ക്? എന്തായാലും ഒരു വിധത്തിൽ അങ്ങനെ നമ്മളാണ് ഇവിടെ ഇവനെ കൂടെ അടിച്ചു കഴിഞ്ഞാൽ 6 അല്ലേ നമ്മുടെ അടുത്താണ് കളി. ഓക്കെ അങ്ങനെ രണ്ടിന് നമ്മൾ അടിച്ച് കൊണ്ടില്ല 2 സെക്കൻഡ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എതിരെ എടുത്തിട്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ നോക്കി നോക്കാം. ഓക്കെ അയ്യോ ലോക്ക് ചെയ്യല്ലേ? ആളിറങ്ങാനുണ്ട്. എന്നെ ഇറക്കി വിടുക. അയ്യോ ചേട്ടാ അടിക്കല്ലേ. ഹായ് വല്ലതും മെസ്സേജ് അയച്ചു നോക്കാം നമുക്ക്. ഹായ് ഡോണ്ട് അവന് നമ്മൾ ഹായ് അയച്ചത്. അവനെന്താ അവിടെ വീശി കൊണ്ടിരിക്കുന്നതാണ്. നീ കൊച്ചുള്ള എത്ര ധൈര്യം ഉണ്ട്. അവനാണെങ്കിൽ ഏതോ ഒരു മരത്തിന്റെ അടിയിലൊക്കെ കൊണ്ട് കയറ്റിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇന്നാ പിടിച്ചോ. അല്ല പിന്നെ നമ്മളെന്തായാലും അവനൊരു ഷോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്നാ പിടിച്ചോ ഒരു ഷോട്ട് കൂടെ. എന്തായാലും ഇത് ഞാൻ വിചാരിച്ച പോലെ സംഭവം ഇത്തിരി പാടാണ് കേട്ടാ. ഞാൻ വിചാരിച്ചു ഈ ഗെയിം ഇത്തിരി ഈസി ആയിരിക്കുന്നു. നമുക്ക് എന്തായാലും ഡോറിന്റെ അടുത്ത് തന്നെ നിൽക്കാം. ഇതാണെങ്കിൽ 17 സെക്കൻഡ് ഇത് തുറക്കാനായിട്ട് നമുക്കാണെങ്കിൽ പുറത്ത് പോകാനേ പറ്റത്തില്ല. എന്റെ ചേട്ടാ എനിക്ക് നിങ്ങളുടെ കക്കാരിന് വേണ്ട ഒത്തിരി വേണ്ട. എന്തായാലും ചേട്ടൻ്റെ അത് പുറത്തേക്ക് വിട്ടാൽ മാത്രം മതി. ഇത് പുറത്ത് അല്ല പിന്നെ തുറന്നു വിടേ. അയ്യോ അടയ്ക്കല്ല. ആ ഭാഗ്യം കേട്ടോ. എന്തായാലും അവൻ എന്നെ അടിച്ച് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. ചേട്ടൻ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ തമ്മിൽ കൂട്ടുകാരാണ്. ഓക്കെ ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ. നമുക്ക് എന്തായാലും ഈ റയർ എന്തായാലും അടിച്ച് മാറ്റിക്കൊണ്ട് പോവാ. അപ്പുറത്ത് കാണാണ് ഏടാ കള്ള. അയ്യോ അവനാണെങ്കിൽ എന്റെ ഐറ്റത്തിന് അടിച്ചു മാറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കാണ്. എന്തായാലും
നമ്മളെന്തായാലും ലോക്ക് ചെയ്തിട്ടുണ്ട്. അവൻ എന്തായാലും എന്റെ ഐറ്റത്തിനെയും കൊണ്ട് പോയിന്ന് തോന്നുന്നു. എവിടെ പോയി? എടാ ഇല്ല അവിടെ ഉണ്ട് എന്റെ കൊച്ചിറക്കൻ. അവ കൊച്ചു കള്ള എന്റെ സാധനം അടിച്ചു മാറ്റിക്കൊണ്ട് പോവാൻ നോക്കാം. നമ്മള് വിടുവോ? അല്ലേ നമ്മുടെ അടുത്താണ്. ഓക്കെ എന്തൊരു പന്തിത്തോ പോപ്പറിത്തോ എന്തൊരു പോപ്പറിത്തോനെ നമ്മൾ എന്തായാലും മേടിച്ചിട്ടുണ്ട്. അവനതേ നമ്മളെന്തായാലും ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി എന്റെ ബേസ് എന്തായാലും നല്ല കേടിലനാക്കിയിട്ട കാര്യം. നമ്മളാണെങ്കിൽ പണിയെടുത്ത് ജീവിച്ചിട്ട് എന്തായാലും നമുക്ക് അറിഞ്ഞൂടാ. നമ്മളെന്തായാലും നല്ല വെൽ പ്ലാനഡ് ആയിട്ട് എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ ഇവിടെ സാധനത്തിന് നമുക്ക് എന്തായാലും മേടിച്ചിട്ടേക്ക്. ഇതാണെങ്കിൽ $3 per second തരും. അതേപോലെ തന്നെ ഒരെണ്ണം 40, ഒരെണ്ണം 35. അങ്ങനെയാണെങ്കിൽ നമ്മളാണെങ്കിൽ കുറച്ച് പൈസക്കാരനാവും. ഇതിനെ മേടിക്കാൻ പറ്റുമോ? അയ്യോ വേണ്ട ഞാൻ ചുമ്മാ മേടിച്ച. ഇതിനെന്തായാലും മേടിക്കാൻ എന്റെ കയ്യിൽ 5ന്റെ പൈസയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ നിന്നാണെങ്കിൽ ഇവിടത്തെ ചേട്ടനാണെങ്കിൽ അവിടുന്ന് മറ്റേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എന്തോ മൊത്തം പാക്ക് ചെയ്ത് അയാളാണെങ്കിൽ ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ട് കേട്ടാ. എന്താണ്? ഹലോ എന്നാ പിടിച്ചോ? അല്ല പിന്നെ നീ ഇതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് പോകും മോനെ? എന്നിട്ട് നീനൊക്കെ എന്റെ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോണല്ലോടാ. ഐറ്റംസ് ഒക്കെ കൊണ്ടിട്ട് എത്ര ധൈര്യം ഉണ്ടെന്ന് ഫേസിന്റെ ഉള്ളിൽ നിന്ന് സാധനം എടുത്തിട്ട് പോവാനായിട്ട്. മനുഷ്യ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വെച്ചൊക്കെ പിന്നെ എന്തിനാണ്? ഇവിടെയാണെങ്കിൽ എപ്പിക്ക് $125 ഐറ്റൊക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്തായാലും നമുക്കിത് ഇതും കൊണ്ട് പോവാതെ. അവനാണെങ്കിൽ നമ്മൾ അടിക്കാനുള്ള മാക്സിമം സംഭവങ്ങൾ നോക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇത് സേഫ് ചെയ്ത. ഓ മൈ ഗോഡ്, എന്തായാലും അവൻ അടിച്ചിട്ട് ദേ ആ പോണ ചൈനക്കാരൻ അടിച്ചിട്ട് മക്കളെ. എന്തായാലും അവനാണെങ്കിൽ അവൻ അടിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് നമ്മളാണെങ്കിൽ ഇതിനെ സ്റ്റീൽ ചെയ്തിട്ട് പോവാൻ വേണ്ടി പോവാണ്. എന്തായാലും അവൻ നമ്മുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. എന്റെ മോനെ, അതിന് മുന്നായിട്ട് നമ്മളാണെങ്കിൽ ഇവിടെ നിന്ന് സേഫ് ആക്കി. എന്റെ അടുത്താണ് കളി. നമ്മളാണെങ്കിൽ അതിന്റെ എടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ $125. ഓ മൈ ഗോഡ്, എന്റെ അളിയ $125 നമുക്ക് തരുന്ന ഐറ്റത്തിനാണ് നമുക്കിപ്പോ കിട്ടിയേക്കുന്നത്. അതെന്തായാലും നല്ല കിടിലോ ആയിട്ടുണ്ട് കേട്ടോ. $125. ഈ കാണാൻ എന്തുവരുന്നതിന്റെ പേര് ബെർബർ പാട്ടാപ്പീമിനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പാട്ടാപ്പീം എന്തായാലും ഒരു വോളിക്കും കേട്ടോ. എന്തായാലും ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു എപ്പിക്കിനെയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ്. അങ്ങനെ നമ്മൾ മേടിച്ചിട്ട് എന്തായാലും ഒരു ശീലമില്ല. സോ നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ല കീഴിലുള്ള സാധനത്തിന് അടിച്ചൊന്നും കൂടെ മാറ്റാൻ വേണ്ടി പോവാണ്. ഇതിലിപ്പോ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവന്റെ കയ്യില് കുറച്ച് ഐറ്റംസ് ഉണ്ട്. അവനാണെങ്കിൽ നമ്മളെ പൈസന്റെ അടുത്തേക്ക് അടുപ്പിക്കൊന്നും കൂടില്ല. അവനാണെങ്കിൽ തല്ലാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും തിരിച്ചു പോയിട്ട് നമ്മുടെ ബേസ് എന്തായാലും ഒന്ന് ലോക്ക് ചെയ്തിട്ട് വരാം. 8 സെക്കൻഡും കൂടെ ഉള്ളൂ. സോ ബേസ് എന്തായാലും നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കളി. എന്റെ പൊന്നെ, ഇവിടെയാണെങ്കിൽ ആരും കാണുന്നില്ല. ഈ ബേസ് ഇപ്പൊ എങ്ങനെ തുറക്കൂ? ഇതിപ്പോഴൊന്നും തുറക്കണ ഒരു അനക്കൊന്നും കാണുന്നില്ല. ഇതിന്റെ അടുത്തൊക്കെ എന്താ ടൈം കാണിക്കാതെ? എന്നാ പിടിച്ചോ, നിനക്ക് ഒരു ഷോട്ട് ഇരിക്കട്ടെ. ഇതിനെ മേടിക്കാൻ പറ്റുമോ? എന്തോ ബർബർ പാപ്പറിക്ക് അങ്ങനെ എന്തോ ഒരു സാധനത്തിന് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതെന്തായാലും നല്ല കിടിലൻ സാധനമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അയ്യയ്യേ കോയി ഇതിന്റെ ഒപ്പം തുടങ്ങിയതല്ലടാ ഞാൻ. എന്നിട്ട് എന്റെ കയ്യിലുണ്ടല്ലോടാ കുറെ ഐറ്റംസ്. ഇവിടെ തുറന്നിട്ടുണ്ട്. നമ്മളെന്തായാലും ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ഏതിനടിച്ചു മാറ്റി? മേത്തേക്കിനെ അടിച്ച് മാറ്റിയിട്ടുണ്ട്. അവനാണെങ്കിൽ ഇതിന്റെ ഓണർ വന്നിട്ടുണ്ടോ? എന്റെ മോനെ, നമ്മളെന്തായാലും പെട്ടിട്ടുണ്ട്. തുറന്നു വിട്. ഇപ്പൊ എന്റെ സാധനം എന്തായാലും അടിച്ച് മാറ്റിക്കൊണ്ട് പോകും മോനെ. അത് മൊത്തത്തിൽ ഇപ്പൊ തീരുമാനം. ഇതെന്താ നമുക്ക് ലേസറിന് അപ്പുറത്തുകൂടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതെന്ന് ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ മൊത്തത്തിൽ പണി പാളിയിട്ടുണ്ട്. നീ വാടാ, നമുക്ക് എന്തായാലും ഒരു യുദ്ധം നടത്തിക്കും. ഇന്ന് നീ ഞാൻ എന്റെ ഒരു സാധനത്തിന് എടുത്ത സ്റ്റീൽ ഇത് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ എന്തായാലും പെട്ടിട്ടുണ്ട് ഗൈസ്. സോ ഇതിന്റെ പാർട്ട് 2 എന്തായാലും സെക്കൻഡ് പാർട്ടിലായിരിക്കും ഗൈസ്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ബേസ് സെക്യൂർ ചെയ്യാൻ പറ്റുമോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കുറെ സാധനങ്ങൾ നമ്മുടെ ഇതേ മോഷണം പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളതേ ഒരുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ബൈ ഗൈസ്.